റിപ്പോർട്ട് ആ ബിഗ് എക്സ്ക്ലൂസീവ്. സമസ്തയിലെ വിഭാഗീയത തുറന്ന പോരിലേക്ക് മുഷാവറ യോഗത്തിലെ പൊട്ടിത്തെറി നേതൃത്വം സ്ഥിരീകരിച്ചു. ജഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയെന്നും ഉമർ ഫൈസി മുക്കത്തിന്റെ കള്ളന്മാർ പ്രയോഗം തങ്ങളെ പ്രകോപിപ്പിച്ചെന്നും മുഷാവറ അംഗം ബഹാവുദ്ദീൻ തദ്വി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സമസ്ത മുഷാവറയിലുണ്ടായ കാര്യങ്ങൾ തങ്ങളെ വിഷമിപ്പിച്ചുവെന്നും ഉമർ ഫൈസിക്ക് പലപ്പോഴും അപക്വമായ പെരുമാറ്റമാണെന്നും SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂരും പ്രതികരിച്ചു. ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി, സംസാരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ ഉമർ ഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത്. അപ്പോൾ ഉമർ ഫൈസി പറഞ്ഞു, നിങ്ങൾ കള്ളന്മാർ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളന്മാർ പറഞ്ഞാൽ എന്താ, ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ ചോദിച്ചു. എന്നെ അഭിമുഖീകരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. അല്ല, മോഷ്ടിച്ചു എന്നല്ല, പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണമെന്നുള്ള അർത്ഥത്തിനാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം, അല്ലെങ്കിൽ വ്യംഗ്യഭാഷ്യം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ ഇരിക്കണവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാനും ഇതിൽ പെട്ടല്ല, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നുള്ളത് തങ്ങൾ പോയതാണ്. ഉമർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില പെരുമാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട്. പല കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഇപ്പോഴും നല്ല സുഹൃബന്ധമാണ് പുലർത്തുന്നത്. അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകൻ്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ ഉമർ ഫൈസി എന്ന് ഞാൻ ചോദിച്ചു. അത് സമസ്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ, ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വിവാദങ്ങൾക്കിടെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം ഉടൻ കോഴിക്കോട് ആരംഭിക്കും. മുബഷിർ പി അക്ബറും ഒപ്പം അഷ്കർ അലിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ മുബഷിർ പി അക്ബറിലേക്ക് പോകാം. മുബഷിർ പി അക്ബർ, ഇന്ന് റിപ്പോർട്ടർ TV താങ്കളോട്, മുബഷിർ പി അക്ബറോട് ബഹാവുദ്ദീൻ തദ്വി നേരിട്ട് സംസാരിച്ചു. ഇപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രതികരണവും നമ്മൾ കേട്ടു. ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? മുബഷിർ പി അക്ബർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല, ലീഗ് അനുകൂല പക്ഷം സമസ്തയിൽ എന്നുള്ളതാണ്. ഉമർ ഫൈസി മുക്കം സമസ്തയിൽ ഒറ്റപ്പെടുകയാണോ മുബഷിർ? അതായത് അരുൺകുമാർ, സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരായ നീക്കം ഒറ്റക്കെട്ടായി തന്നെ ലീഗ് അനുകൂലികൾ ചെറുക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഷാവറ യോഗത്തിൽ വെച്ച് തർക്കമുണ്ടാകുന്നു, പൊട്ടിത്തെറിയുണ്ടാകുന്നു. ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട പരാതികൾ ചർച്ച ചെയ്യണമെന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് പുറത്തു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം പുറത്തു നിൽക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ചർച്ച ചെയ്തോളൂ, അതിലൊന്നും തന്നെ താൻ ഇടപെടില്ല എന്നുള്ളതായിരുന്നു ഉമർ ഫൈസി പറഞ്ഞിരുന്നത്. ചില കള്ളന്മാർ പറയുന്നതനുസരിച്ച് താൻ പുറത്തു പോകാൻ തയ്യാറല്ല എന്നുള്ളത് ഉമർ ഫൈസി പറഞ്ഞതോടെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രകോപിതനാകുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ബഹാവുദ്ദീൻ തദ്വി രംഗത്ത് വരുന്നു. തങ്ങൾ ഉന്നയിച്ച കള്ളന്മാർ എന്ന പ്രയോഗം ആരെ ഉദ്ദേശിച്ചെന്നാണ് ചോദ്യം ബഹാവുദ്ദീൻ തദ്വി ഉമർ ഫൈസിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. തുടർന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി റിപ്പോർട്ടർ ചാനലിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കേന്ദ്ര മുഷാവറ യോഗത്തിൽ ഇത്രത്തോളം അതിനാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സംസ്ഥാന അധ്യക്ഷന് വിരുദ്ധമായി ഒരു മുഷാവറ അംഗം തന്നെ രംഗത്ത് വരുന്ന കാഴ്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഷേധിച്ചുകൊണ്ട് മുഷാവറ അംഗം രംഗത്ത് വരുന്ന കാഴ്ച, അതിനെതിരെ സമസ്തയിലെ തന്നെ മറ്റു മുഷാവറ അംഗങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹാവുദ്ദീൻ നദ്വി നമ്മളോട് പറയുന്നത്, ഇന്നലെ ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന സംഭവം ശരിയാണ്. അതിനുശേഷം സമസ്തയുടെ പേരിൽ ഇറങ്ങിയ പ്രസ്താവനയ്ക്ക് ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ അറിവോടുകൂടിയാണ് അത്തരമൊരു പ്രസ്താവന ഇറങ്ങിയെന്ന കാര്യത്തിൽ തനിക്കും സംശയമുണ്ട് എന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിനെ ധിക്കരിച്ചുകൊണ്ടുള്ള നടപടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമർ ഫൈസി ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പേറുന്നൊരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിരൂക്ഷമായ വിമർശനം മറ്റൊരു മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി പറയുന്നു എന്ന് പ്രതികരിക്കുന്നു എന്നുള്ളത് പുറത്തു വരുന്നതോടുകൂടി കൃത്യമായിട്ടും ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. തൊട്ടു പിന്നാലെ SYSന്റെ നേതാവുമായ ലീഗ് അനുകൂല പക്ഷത്തുള്ള സമസ്തയിലെ നേതാവായ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ പ്രതികരണം വന്നു. അപക്വമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉമർ ഫൈസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് തിരുത്തണമെന്നൊരു അഭിപ്രായം പരസ്യമായി തന്നെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ
ആ ഒരു പരോക്ഷ വിമർശനത്തോടു കൂടിയാണ് ഇത്രയധികം അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ഒരു പ്രതികരണങ്ങൾക്ക് ഏറ്റവും ഒടുവിലായിരുന്നു കേന്ദ്ര മുഷാവറ കോഴിക്കോട് ചേരുന്നത്. ഈ ഒരു സമിതിക്കുള്ളിൽ നിന്ന് തന്നെ ഉമർ ഫൈസിക്കെതിരെ വന്ന പരാതികളിൽ ചർച്ച വേണമെന്നുള്ളതായിരുന്നു അവിടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം. അത് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജിഫ്രി തങ്ങൾ ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല, പുറത്തു പോകാൻ തയ്യാറാകുന്നില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വന്നത്. എന്തായാലും അത് അതിനാടകീയമായ സംഭവത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ്. വരാൻ പോകുന്ന യോഗങ്ങളിലും ഈ ഒരു പരാതികളിലൊക്കെ തന്നെ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി പറയുന്നത്.